നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇനി പറയാൻ പോകുന്നത് ഒരു കെട്ടുകഥയല്ല. ഇന്ത്യയിൽ നൂറുകണക്കിന് ആളുകൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് $1 മില്യൺ സ്കാം. ഫരീദാബാദിലെ ഒരു സ്ത്രീക്ക് 7 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വേറെ കേസുകളിൽ നോയിഡയിലെ ഒരു ബിസിനസ്സുകാരന് 9 കോടി രൂപയും പഞ്ചാബിലെ ഒരു ഡോക്ടർക്ക് 6 കോടി രൂപയുമാണ് നഷ്ടപ്പെട്ടത്. അഹമ്മദാബാദിൽ നിന്ന് തുടങ്ങി കൊൽക്കത്ത, പൂനെ, മുംബൈ വരെ എത്തി നിൽക്കുന്ന ഇത്തരം തട്ടിപ്പുകളിൽപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾക്കാണ് പണം നഷ്ടപ്പെട്ടത്. വ്യാജ ആപ്പുകൾ, പെരുപ്പിച്ച ഓഹരി കണക്കുകൾ, 40% ലാഭത്തിന്റെ മോഹന വാഗ്ദാനങ്ങൾ എന്നിവയിലൂടെ ഒരു കേസിൽ 300-ലധികം ആളുകൾക്ക് നഷ്ടപ്പെട്ടത് 200 കോടി രൂപയാണ്. ഞെട്ടിക്കുന്ന കണക്കുകൾ ഇനി പറയാനിരിക്കുന്നതേയുള്ളൂ. 2024 മാത്രം ഇന്ത്യക്കാർക്ക് ഈ തട്ടിപ്പുകൾ വഴി നഷ്ടപ്പെട്ടത് 14,000 കോടി രൂപയാണ്. ഈ പറഞ്ഞ തട്ടിപ്പുകൾ നിങ്ങൾക്ക് നേരെ ഒരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. നിങ്ങളുടെ സുരക്ഷയ്ക്കായി നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടോ? ഈ വൻ തട്ടിപ്പിന്റെ മാസ്റ്റർ പ്ലാൻ ഇങ്ങനെയാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ മോഹിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകി ആളുകളെ ഓഹരി നിക്ഷേപത്തിലേക്ക് ആകർഷിച്ചു. വിശ്വാസ്യത വരുത്താൻ ICICI IR ടീം, GFSL സെക്യൂരിറ്റീസ് എന്നീ പേരുകളിൽ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഒടുവിൽ ഈ നിക്ഷേപകരെ കൊണ്ട് IC Organ Max, Techstars.shop പോലെ ശരിക്കുമുള്ളതെന്ന് തോന്നിക്കുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു. തങ്ങളുടെ പണം മാർക്കറ്റിലെ പേരുള്ള ഓഹരി സ്ഥാപനങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന ഒരു പ്രതീതിയും നിക്ഷേപകരിൽ ഈ തട്ടിപ്പുകാർ സൃഷ്ടിച്ചു. ഇതുകൂടാതെ ആ ആപ്പുകളിലൂടെ തങ്ങളുടെ പണം 10 മടങ്ങ് വളരുന്നതായി നിക്ഷേപകർക്ക് അവർ കാണിച്ചു കൊടുത്തു. തങ്ങളുടെ പണം വർദ്ധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ആ പാവം നിക്ഷേപകർ കൂടുതൽ പണം നിക്ഷേപിച്ചു. പക്ഷേ നിക്ഷേപകർ ലാഭം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നത്. അധിക ചാർജുകൾ, അതായത് നികുതികൾ, ബ്രോക്കറേജ് ഫീസ് എന്നിവ ചാർജ് ചെയ്യുകയാണ് തട്ടിപ്പുകാർ ചെയ്തത്. ഓരോ രൂപയും തട്ടിയെടുക്കാൻ ഇത് അവരുടെ ഒരു രീതി മാത്രമായിരുന്നു. അവസാനമായി ഇരകൾ പണമിടപാട് നിഷേധിച്ചതോടെ തട്ടിപ്പുകാർ മുഴുവൻ രായ്ക്ക് രാമാനം അപ്രത്യക്ഷമായി. ഇതിനു പുറമെ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ പണം അവർ ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തേക്ക് മാറ്റുകയും ചെയ്തു. എ വെൽ എക്സിക്യൂട്ടഡ് സൈബർ ക്രൈം. 25 കോടി രൂപയാണ് ഇതുവരെ വീണ്ടെടുത്തത്. പക്ഷെ ഇതൊരു മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമാണെന്ന് അറിയുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഇനിയെങ്കിലും ഈ പറഞ്ഞ പോലുള്ള ഒരു തട്ടിപ്പ് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുമോ? കമന്റ് നൗ.